കണ്ണൂരിൽ എന്തായാലും ഒരു വലിയ മുന്നേറ്റം UDF നടത്തിയതാണ്. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ഏത് രീതിയിലാണ് കണ്ണൂരിലെ നടപടിക്രമങ്ങൾ പോകുന്നത്? വലിയ ആത്മവിശ്വാസത്തിൽ UDF നിൽക്കും. രുചിഷ്, തീർച്ചയായും കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ, മേയർ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭരണാധികാരിയായ ജില്ലാ കലക്ടർ എത്തി തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രുചിഷ് പറഞ്ഞതുപോലെ കണ്ണൂർ കോർപ്പറേഷനിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ പേടിക്കാനില്ല. അവർക്ക് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് പിന്നാലെ തന്നെ 11 മണിയോടുകൂടി അവർ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉൾപ്പെടെ നടക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ഒരു അനുമോദന പരിപാടി ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ LDFും NDAയും മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 56 ഡിവിഷനുകളാണ് കണ്ണൂർ കോർപ്പറേഷനുള്ളത്. അതിൽ 36 UDF ആണ് വിജയിച്ചത്. 15 ഇടത്താണ് LDF വിജയിച്ചത്. ഒപ്പം 4 ഇടത്ത് BJP ജയിച്ചിട്ടുണ്ട്. ഒരു SDPIയും ഉണ്ട്. 4 കൗൺസിലർമാരാണ് ഉള്ളതെങ്കിൽ പോലും BJPയും മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും അഡ്വക്കേറ്റ് P. ഇന്ദിര അല്പസമയത്തിനകം തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പലയിടത്തും പല തർക്കങ്ങളും നടക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ വളരെ പെട്ടെന്ന് ഒരു മേയർ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാൻ, തുടക്കത്തിൽ 3 പേരുകളൊക്കെ പരിഗണനയിലുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു തർക്കവും പുറത്തേക്ക് വരാത്ത രീതിയിൽ അഡ്വക്കേറ്റ് P. ഇന്ദിരയുടെ പേര് പ്രഖ്യാപിക്കാൻ UDFനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും K. സുധാകരന്റെ ഇടപെടലായിരുന്നു കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് നടപടികളെല്ലാം തന്നെ UDF മുന്നോട്ട് കൊണ്ടുപോയത്. അത് വിജയകരമായി അവർ പൂർത്തിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തിയ UDF ഇനിയിപ്പോൾ വീണ്ടും അടുത്ത ഒരു ടേം കൂടി ഭരിക്കാൻ പോവുകയാണ്. ഏതായാലും കണ്ണൂർ കോർപ്പറേഷനിൽ ആകെയുള്ള ഒരു UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് മേയർ സ്ഥാനം പങ്കുവയ്ക്കുന്നതാണ്. ആദ്യ ടേമിൽ ഇപ്പോൾ കോൺഗ്രസ് മേയർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അടുത്ത 2.5 വർഷത്തിന് ശേഷം ലീഗിന് ഒരുപക്ഷെ മേയർ സ്ഥാനം നൽകേണ്ടി വരും എന്ന കാര്യം മാത്രമാണ് അവിടെ ഉള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. KP താഹിർ, മുസ്ലിം ലീഗിലെ KP താഹിർ ആയിരിക്കും UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. യാതൊരു ആശങ്കയും UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും നില മോശമായി പോയ LDF ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് VK പ്രകാശിനിയെ മത്സരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കണ്ണൂരിലും ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ, എല്ലാ സ്ഥലങ്ങളിലും ഈ മത്സരങ്ങൾ കാണാം. കാരണം ഏകപക്ഷീയമായ ഒരു മത്സരത്തിലേക്ക് പോകാൻ ഒരു മുന്നണിയും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ മത്സരങ്ങൾക്ക് തയ്യാറായിരിക്കുന്നു. കണ്ണൂരിലെ വിവരങ്ങളാണ് നിഖിൽ അളവൂർ തന്നത്. ഇനി കൊച്ചിയിലേക്ക് പോവാം. കൊച്ചിയിൽ സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അവിടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ UDFന്റെ ഭാഗമായി VK മിനിമോൾ അധ്യക്ഷയായി വരുമ്പോൾ തന്നെ നമ്മൾ മുൻപൊരിക്കൽ സമാനമായി തന്നെ സൗമിനി ജെയിനെ ഒരു 2.5 വർഷക്കാലത്തേക്ക് നിയോഗിക്കുകയും പിന്നീട് ആ ടേം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് വലിയ വിവാദമായത് കണ്ടു. ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ ഭരണം നഷ്ടപ്പെടുന്നതാണ് കണ്ടത്. ഇത്തവണയും വലിയ തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രുചിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഈ നടപടികൾ കടക്കുന്നു. 3 പേരാണ് സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. ഇടതുമുന്നണിക്ക് വേണ്ടി ജഗദാംബിക എന്ന അംബിക സുദർശൻ, ഒപ്പം തന്നെ UDFന് വേണ്ടി VK മിനിമോള്, NDAക്ക് വേണ്ടി പ്രിയ പ്രശാന്ത്. അങ്ങനെ 3 പേരാണ് മത്സര രംഗത്തുള്ളത്. 47 അംഗങ്ങളുള്ള UDFന് തന്നെയാണ് വിജയസാധ്യതയുള്ളതും. ഒപ്പം തന്നെ 22 പേർ ഇടതുമുന്നണിയുടെ കൗൺസിലർമാരായുണ്ട്. 6 പേരാണ് NDAക്ക് കൗൺസിലർമാരായുള്ളത്. എന്തായാലും അല്പതരത്തിലുള്ള തന്നെ നടപടികൾ പൂർത്തിയായി ആളുകൾ വോട്ടിങ്ങിലേക്ക് കടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഡെപ്യൂട്ടി മേയറിലേക്ക് ഇന്ന് മത്സരിക്കുന്നത് ദീപക് ജോയി ആണ്. UDFന് വേണ്ടി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ മുതൽ ഉയർന്നു വരുന്ന ഒരു പേരായിരുന്നു ദീപ്തി മേരി വർഗീസിൻ്റെത്. എന്നാൽ അവസാന സമയത്ത് ദീപ്തി സഹിന്റെ ശബ്ദ സംപ്രേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് UDF നിൽക്കുന്നത്. 47 അംഗങ്ങളുടെ പിന്തുണയുള്ള UDFന് അധികാരത്തിലേക്ക് എത്താൻ എന്തായാലും അനായാസം തന്നെ സാധിക്കും. എന്തായാലും VK മിനിമോൾ ആദ്യഘട്ടത്തിൽ മേയറാകും. മേയർ ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലങ്ങളിലും, അത് കോർപ്പറേഷനിലും അതോടൊപ്പം വിവിധ നഗരസഭകളിലുമായി ഇപ്പോൾ നടക്കുകയാണ്. വലിയ ആവേശത്തോടെ തന്നെ പ്രവർത്തകർ എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കൾക്ക് ഈ വോട്ട് ഉറപ്പിക്കുക എന്നതുകൂടിയാണ്. അതായത് തോൽക്കുമ്പോൾ പോലും ഈ വോട്ട് കൃത്യമായി തന്നെ ഞങ്ങളുടെ പെട്ടിയിൽ വീഴുന്നുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും പിന്നീട് അടുത്ത സമയങ്ങളിൽ വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നതാണ്. കാരണം 1-2 വോട്ടുകൾക്ക് മാത്രമുള്ള ഈ സ്ഥലങ്ങളിൽ അത് വലിയ തരത്തിൽ ചർച്ചയാവും.
അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ ഉദ്വേഗത്തോടെ ആളുകൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് BJP തന്നെ ജയിക്കുമായിരിക്കും, പക്ഷേ മറ്റ് മുന്നണികൾക്ക് കൃത്യമായി തന്നെ അവരുടെ വോട്ടുകൾ വീണിട്ടുണ്ടോ എന്ന് അറിയേണ്ടത് കൂടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നത് സ്വാഭാവികമായും അടുത്ത ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയാണ്. ആ അർത്ഥത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എല്ലാവരും കാണുന്നത്. കാരണം കൃത്യമായി തന്നെ അതുകൊണ്ടാണ് എല്ലാ മുന്നണികളും ഈ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെ ആ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. 6 കോർപ്പറേഷനിലും നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കേണ്ടതിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശത്തോടെ തന്നെയാണ് നേതാക്കൾ വരുന്നത്. പ്രത്യേകിച്ച് സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടത്. അത് ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ പിടിക്കുന്നു. LDF-ന് വലിയ തരത്തിൽ തിരിച്ചടിയുണ്ടായി. LDF ഒരു കോർപ്പറേഷനിലേക്ക് ചുരുങ്ങുന്നു. ബാക്കി 4 കോർപ്പറേഷനുകളിൽ UDF അധികാരത്തിലേക്ക് എത്തുന്നു. അതിൽ തന്നെ കൊല്ലം കോർപ്പറേഷൻ പോലെ LDF-ന്റെ എക്കാലത്തെയും കോട്ടയായിരുന്ന കൊല്ലം കോർപ്പറേഷനിലൊക്കെ വലിയ മുന്നേറ്റം UDF കാഴ്ചവെക്കുന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെയാണ് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിലുള്ള ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം അതിനുശേഷം വലിയ ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാ പ്രവർത്തകരും പാർട്ടികളും ആ ഭാഗത്ത് നടത്തുകയും ചെയ്യുന്നു. ഇനി 10:30 തുടങ്ങിയ ആ ചടങ്ങുകളിലേക്ക്, ആ കാര്യങ്ങളിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക്, മറ്റ് വോട്ടെടുപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ കണ്ടു 6 കോർപ്പറേഷനിലെയും വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. 6 കോർപ്പറേഷനിലും ഇത്തരത്തിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വിവിധ നഗരസഭകളിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വിവരങ്ങളിലേക്ക് വരും.